സുരേഷ് ഏട്ടാ, ഓടയിൽ നിന്ന് എന്ന് പറയുന്ന സിനിമ സുരേഷ് ഏട്ടന്റെ ഐക്കൺസ് ആയിരുന്നു ആ സമയത്ത് ഉള്ള അഭിനേതാക്കളെല്ലാം അല്ലേ? അന്ന് എപ്പോഴും സുരേഷ് ഏട്ടൻ പറയണ സത്യം മാസ്റ്ററിന്റെയും നസീർ സാറിന്റെയും മധു സാറിന്റെയും ഒക്കെ കാര്യം പറയാറുണ്ട്. അന്ന് സിനിമ കാണുന്നത് അമ്മയുടെ കൂടെ ഇരുന്നാണ്. ഞാനും സുഭാഷും ഫിലിം ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നിട്ട് പോലും അച്ഛൻ എടുത്ത സിനിമകൾ പോലും അച്ഛൻ ഇരുന്ന് കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് കയറ്റി ഇരുത്തിയതിന് ശേഷം അച്ഛൻ പുറത്തു പോയി സിഗരറ്റും വലിച്ചു നിൽക്കും. ഫോൺ അവിടെ ചെന്ന ആ മാനേജറുടെ റൂമിൽ കയറി ഫോൺ വിളിച്ച് അടുത്ത തിയേറ്ററിൽ അടുത്ത ആഴ്ചത്തെ ഇന്ന പ്രിന്റിനുള്ള ക്യാമ്പ് സെറ്റ് ചെയ്യുക. ഇതുമായിട്ട് അച്ഛൻ ഭയങ്കര വർക്കഹോളിക്കായിരുന്നു. ഉറക്കത്തിൽ പോലും ജോലി ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അച്ഛൻ്റെ ഭാര്യയും ആ ഭാര്യയുടെ 2 മക്കളായിട്ട് പോയിരുന്ന് കണ്ടിട്ടുള്ള സിനിമകളിലെ എല്ലാം നായകന്മാർ ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ അച്ഛനായിട്ടാണ്. അപ്പോൾ ആ നായകൻ ഒരു ദുരന്തം വന്നാൽ, ഒരു വേദന വന്നാൽ, ഒരു സന്തോഷം വന്നാൽ, എന്ത് വന്നാലും അത് എൻ്റെ അച്ഛന് സംഭവിക്കുന്നു എന്നാണ് എൻ്റെ മനസ്സിൽ കടന്നു കയറി. ഇത് സിനിമയാണെന്നൊന്നും അങ്ങനൊരു ബോധ്യം ഇപ്പോഴും ഇല്ല, അന്ന് ഒട്ടുമേ ഇല്ല. ആ കാലഘട്ടത്തിൽ സത്യൻ മാഷായാലും സത്യൻ മാഷിൻ്റെ കൂടെ ഉണ്ടായിരുന്ന തന്നെ SP പിള്ള, ബഹദൂർ, കൊട്ടാരക്കര സാറ്, ഇങ്ങനെ നിരവധി താരങ്ങൾ എന്ന് പറയുന്നത് മനസ്സിൽ കൂടിയിട്ടുണ്ട്. കഥനം മുഴുവൻ പേറുന്ന നായകൻ, ഒരു വീട്ടിലെ നാഥൻ എന്ന് പറഞ്ഞാൽ അത് സത്യൻ മാഷാണ്. അപ്പോൾ സത്യൻ മാഷിൻ്റെ ജയിൽ എന്ന് പറയുന്ന സിനിമയിൽ അതിൽ എൻ്റെ അച്ഛൻ അഭിനയിച്ചിട്ടുമുണ്ട്. അവരുടെ എല്ലാം സിനിമകളിൽ അച്ഛൻ മണവാട്ടി പോലെയുള്ള സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. നല്ല സുഹൃത്തുക്കളുമാണ് അവരൊക്കെ. അപ്പോൾ ജയിലിലെ ഒരു ഗാനം ഇപ്പോഴും കേട്ടാൽ വിങ്ങലാണ്, സഹിക്കാൻ പറ്റില്ല. കാറ്ററിയില്ല, കടലറിയില്ല, അലയും തിരയുടെ വേദന, അലയും തിരയുടെ വേദന. കാറ്ററിയില്ല, കടലറിയില്ല, അലയും തിരയുടെ വേദന, അലയും തിരയുടെ വേദന. നസീർ സാറിലേക്ക് വരുമ്പോൾ നിത്യവസന്തം എന്നൊക്കെ പറയുന്നത് പിന്നീട് വീണതാണ്. അന്ന് അദ്ദേഹം ശരിക്കും ചെറുപ്പം തന്നെയാണ്. അതങ്ങനെ തുടർന്നു. അവസാനത്തെ യാത്രയപ്പിന് പെട്ടിയിൽ കിടക്കുമ്പോൾ പോലും അത് തുടരുന്നു, ഇപ്പോഴും തുടരുന്നു. വേറെ ആർക്കും ആ പേര് കിട്ടിയിട്ടുമില്ല. നസീർ സാറ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രണയത്തിൻ്റെയും ജീവിതത്തിലെ എല്ലാ സുഗന്ധത്തിൻ്റെ പര്യായമായിരുന്നു നസീർ സാറ്. അപ്പോൾ നസീർ സാറിനെ ഞാൻ ഇപ്പോഴും കാണുന്ന ഒരു ലോ ആംഗിൾ ഷോട്ട് ഉണ്ട്. അത് വിവാഹിതയാണ് സിനിമ. അതിൽ ഒരു വലിയ ചരിഞ്ഞ ലോൺ, ഇത്രയും സ്റ്റീപ്പാണ്. അതിന് മേളിൽ കൂടാണ് സീരിയൽ ലാമ്പുകളും കാര്യങ്ങളും എല്ലാം. സ്വന്തം കാമുകിയുടെ കല്യാണമാണ്, വേറൊരാൾ കല്യാണം കഴിക്കുകയാണ്. അവിടെ പോയി പാട്ട് പാടുന്നതാണ് സീക്വൻസ്. ഒരു ട്രോളി ഈ താഴെ നിന്ന് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ സഞ്ചരിക്കും. നസീർ സാറ് പാടി ഇങ്ങനെ നടക്കുന്നു. എനിക്കതാണ് എൻ്റെ മനസ്സിലുള്ള നമുക്ക് ഭയങ്കര എന്താണ്, ജീവിതത്തിന് ഒരുപാട് പുഷ്പങ്ങൾ അർപ്പിക്കുന്ന മുഹൂർത്തങ്ങൾ ഒരുപാട് സമ്മാനിച്ചിട്ടുള്ള നടനാണ്, അതുല്യ കലാകാരനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പാട്ടില്ലേ, അദ്ദേഹത്തിന്റെ 4 മണിപ്പൂവിരിഞ്ഞാൽ നീലവനം പൊന്നണിഞ്ഞാൽ മാനോടും മലയരികിൽ ഞാനലയും താഴ്വരയിൽ നാണവുമായി ഓടിവരും പ്രേമവതിക്കോ പൂമണവും കുളിർനീരും കൊണ്ടുവന്നു. ഓഹോ ഓഹോ ദേവലോകരഥവുമായി തെന്നലെ 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 തേടി വന്നതാരെ നീ തെന്നലെ തെന്നലെ തെന്നലെ. കുറച്ചു നേരം കഴിഞ്ഞ് ഞാനൊക്കെ കൈ ഇടിക്കുന്നുള്ളൂ. കറാറട്ടെ.
എന്തോ ഒരു ഫീൽ ഈ പാട്ടിലോട്ട് നമ്മളെ അവിടേക്ക് കൊണ്ടുവരും, എത്തും അല്ലേ? അല്ലേ? അതെ ശരിയാ. റിമീനെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പാട്ട്, ഡാൻസ്, കോമഡി ഉണ്ടാവും. ഇപ്പൊ സുരേഷ് ചേട്ടനെ ബുക്ക് ചെയ്തിട്ട് എല്ലാം കിട്ടും എന്നുള്ളത്. ഫൈറ്റും കിട്ടും. ഫൈറ്റും ഉണ്ട്. ഫൈറ്റ് കൂടി. അല്ല അത് മാത്രല്ല ആ പരിപാടിയുടെ പൈസ മേടിച്ച് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയും മഹസാറിലേക്ക് വരുമ്പം ആ ജനറേഷനിലെ ഒരു ന്യൂ ജെൻ ആയിട്ടാണ് അതെ, അതെ, അതെ. മഹസാർ വരുന്നത്. ഭയങ്കര മൈൻഡ് ബ്ലോയിങ് എക്സ്പെരിമെന്റ്സ് സിനിമയിൽ നിർമ്മാണത്തിലൂടെയും അഭിനയ കോൺട്രിബ്യൂഷനിലൂടെയും ഒക്കെ സംഭവിപ്പിച്ചിട്ടുള്ള ഒരു മഹാനായ നടനാണ് മഹസാറ്. നളദമയന്തി കഥയിലെ അരയന്നം പോലെ കുണുങ്ങി കുണുങ്ങിപ്പോകും പെണ്ണെ പൂമിഴിയാളേ മലർമിഴിയാളേ. നളദമയന്തി കഥയിലെ അരയന്നം പോലെ കുണുങ്ങി കുണുങ്ങിപ്പോകും പെണ്ണെ പൂമിഴിയാളേ മലർമിഴിയാളേ. ഒരു മണിമണ്ഡപത്തിൽ ഒരു ശുഭമുഹൂർത്തത്തിൽ നവയുവ ദമ്പതികൾ ഞാനും നീയും. നളദമയന്തി കഥയിലെ അരയന്നം പോലെ കുണുങ്ങി കുണുങ്ങിപ്പോകും പെണ്ണെ പൂമിഴിയാളേ മലർ